അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൗതുകമുള്ള കാര്യമാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. ബുദ്ധിയുള്ള ഭാര്യയുടെ പ്രധാനപ്പെട്ട 10 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. എല്ലാവരും ഒന്ന് കേട്ട് നോക്കുക. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഹലാലായ ഭാര്യ ഭർത്താക്കന്മാരെ കിട്ടുന്നത് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ആദ്യം തന്നെ പറയട്ടെ, നല്ലൊരു സ്വഭാവമുള്ള ബുദ്ധിയുള്ള ഭാര്യയുടെ ലക്ഷണങ്ങളിൽപ്പെട്ട ആദ്യത്തെ ലക്ഷണമാണ് സാമ്പത്തികത്തിലുള്ള അവളുടെ സംരക്ഷണം. സാമ്പത്തിക അച്ചടക്കമാണ് ഒന്നാമത്തെ കാര്യം. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്ന ഒരു പെണ്ണിന് ആ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തികതയെക്കുറിച്ചിട്ടുള്ള ചിന്തയുണ്ടാവും. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും അതുപോലെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. അത് പ്രത്യേക ഒരു തരം കഴിവ് തന്നെയാണ്. അടുത്തൊരു പോയിൻ്റാണ് ക്ഷമയോടെയുള്ള ആശയവിനിമയം. ഇത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല എങ്കിൽ ചില ഭാര്യമാരിൽ ഇത് പ്രത്യേകം ഒരു അനുഗ്രഹമായിട്ട് കിട്ടുന്ന കാര്യമാണ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകാരികമായി പ്രതികരിക്കാതെ ശാന്തമായി സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഭാര്യമാർ, ഇത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു അമാനത്ത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഇത് കിട്ടിയെന്ന് വരില്ല. അടുത്തൊരു പോയിൻ്റാണ് മുൻഗണനകൾ തിരിച്ചറിയുന്ന ഒരു ഭാര്യ. വീട്, ജോലി, കുട്ടികൾ എന്നിവയിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഇവർക്ക് കൃത്യമായി ധാരണയുണ്ടാകും. അതനുസരിച്ച് അവർ പെരുമാറുകയും സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ വെറുതെ ഇങ്ങനെ അവരുടെ ടൈം വേസ്റ്റ് ആക്കുകയില്ല. അടുത്ത ഒരു സ്വഭാവമാണ് പ്രതിസന്ധികൾ വരുമ്പോൾ തളരാത്ത മനസ്സുണ്ടാവുക എന്നത്. ഇതും പ്രത്യേകമായിട്ട് ചിലർക്ക് കിട്ടുന്ന ഒരു അമാനത്ത് തന്നെയാണ്. കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ ഭർത്താവിനും കുടുംബത്തിനും കരുത്തായി നിൽക്കുന്ന പെണ്ണ്. ആ പെണ്ണിന് ഒരു കൂർമ്മ ബുദ്ധി തന്നെ ഉണ്ടാവും. അവൾക്ക് ക്ഷമയുടെ ഒരു പാഠം തന്നെ ഉണ്ടാവും. അത്രയ്ക്ക് നല്ല മനസ്സായിരിക്കും. അടുത്തൊരു പോയിൻ്റാണ് മറ്റുള്ളവരോടുള്ള ബഹുമാനം. ഭർത്താവിൻ്റെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും മാന്യമായി പെരുമാറുകയും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്തുകയും ചെയ്യുന്നവളായിരിക്കും. അടുത്തൊരു പോയിൻ്റാണ് സ്വയം മെച്ചപ്പെടുത്താനുള്ള താല്പര്യം. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും എപ്പോഴും താല്പര്യം കാണിക്കുന്നവൾ. ഇങ്ങനെയുള്ള സ്ത്രീകളെയൊന്നും നമ്മൾ അടിച്ചമർത്താൻ വേണ്ടി പാടില്ല. ചിലർക്ക് പ്രത്യേകം കഴിവുകളുണ്ടാവും. അവരുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവന്ന് അവർ ഈ ഭൂമിയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. അതിന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അവരുടെ കഴിവുകൾ കാണുമ്പോൾ പുച്ഛിക്കാതെ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. വിവേകപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവൾ. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം അതിൻ്റെ ഗുണദോഷങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവൾ. ഇത് പ്രത്യേകം ഒരു കഴിവ് തന്നെയാണ്. അടുത്ത ഒരു പോയിൻ്റാണ് വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നവൾ. ക്രിയാത്മകമായി വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കാനും സ്വന്തം തെറ്റുകൾ തിരുത്താനും ഇവർ തയ്യാറാകുന്നു. മറ്റുള്ളവർ നമ്മളെ വെറുതെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇടയിൽ കുറ്റം ഇല്ലെങ്കിൽ അവൾ തളരുകയില്ല. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ അവൾ അതിന് മനസ്സ് വേദനിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്കും പ്രത്യേകം ഒരു കഴിവ് തന്നെയാണ്. അടുത്തൊരു പോയിൻ്റാണ് പരസ്പരം ബഹുമാനിക്കുന്നവൾ. പരസ്പര ബഹുമാനം ഉള്ള സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു ഐശ്വര്യം തന്നെയാണ്. ഭർത്താവിൻ്റെ സ്വകാര്യതയെയും ഇഷ്ടങ്ങളെയും ബഹുമാനിക്കുകയും പങ്കാളിയുടെ വളർച്ചയിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവൾ. ഭർത്താവിന് എന്ത് സന്തോഷം വന്നാലും കൂടെ നിൽക്കണം. അതുപോലെ സങ്കടം വന്നാലും കൂടെ നിൽക്കണം. അവരുടെ സ്വകാര്യതയെ പബ്ലിക് ആക്കരുത്. മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത്. അവരുടെ സ്വകാര്യതയായി തന്നെ കാണണം. അടുത്തൊരു പോയിൻ്റാണ് സന്തോഷകരമായ അന്തരീക്ഷം. പോസിറ്റീവായ ചിന്തകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും വീടിനുള്ളിൽ എപ്പോഴും സമാധാനവും സന്തോഷവും നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നു.
ഇത്തരം സ്ത്രീകളെയും നിങ്ങൾ പ്രത്യേകം ബഹുമാനിക്കണം. അവരെപ്പോഴും എന്ത് പറഞ്ഞാലും ചിരിച്ച് കളിച്ച് നടക്കുകയും ആ വീടിനെ സന്തോഷിപ്പിക്കുകയും എല്ലാം പോസിറ്റീവായി എടുക്കുകയും ചെയ്യും. ഇത്തരം സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയായിരിക്കും വീട്ടിലുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരെ സമാധാനമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാനുമായിട്ട്. ഇത്തരം സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കുക. സ്ത്രീകളെല്ലാവരും ചിരിച്ച് കളിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർക്ക് സങ്കടമൊന്നുമില്ല, അവർ ഭയങ്കര ഹാപ്പിയാണെന്ന്. എങ്കിൽ ചിലർക്കൊക്കെ സങ്കടങ്ങളുണ്ടാവും. മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ മുഖത്ത് ചിരിയായി വരുന്നതായിരിക്കും. അവരുടെ സങ്കടത്തെ ഉള്ളു തൊട്ട് അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ബുദ്ധിയുള്ള ഒരു പങ്കാളി കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. അവരെ ബഹുമാനിക്കുക. നമുക്ക് എല്ലാവർക്കും പടച്ച റബ്ബ് ബുദ്ധിയും നല്ല സ്വഭാവവും തരട്ടെ. നമ്മുടെ വീടുകളിൽ ബറക്കത്ത് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.